മതി, അതിനുള്ള സജ്ജീകരണങ്ങളുണ്ട്, സംവിധാനങ്ങളുണ്ട്, ഇന്ന് ദൂരം ഒരു പ്രസക്തമല്ല എന്ന് നമുക്ക് ബോധ്യപ്പെടുന്നു. പക്ഷേ ഒന്നുണ്ട്, മനുഷ്യ മനസ്സുകൾ തമ്മിലുള്ള ദൂരം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു, പണ്ടെന്നത്തേക്കാളും ദൂരം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ട് എന്തുണ്ടാകുന്നു? നമ്മുടെ സമൂഹത്തിൽ പകയുണ്ടാകുന്നു. രാഷ്ട്രീയ സംഘടനകൾ, മതങ്ങളുടെ പേരുള്ള സംഘടനകൾ, അതേപോലെ ഭരണ സംവിധാനങ്ങൾ തകർന്നു പോകുമ്പോൾ അതിലുണ്ടാകുന്ന സംഘർഷങ്ങൾ, മതത്തിൻ്റെയും ഓരോ മതത്തിൻ്റെ ഉള്ളിലും സംഘർഷങ്ങൾ, ഓരോ പാർട്ടിയുടെ ഉള്ളിലും സംഘർഷങ്ങൾ, സമൂഹത്തിൻ്റെ ഉള്ളിലുള്ള സംഘർഷങ്ങൾ, ഒരു ഫാമിലിയുടെ, ഒരു കുടുംബത്തിൻ്റെ ഉള്ളിലുള്ള സംഘർഷങ്ങൾ, ഇവയൊക്കെ ഉണ്ടായാൽ ഈ സമൂഹത്തിൽ നമുക്ക് ശാശ്വതമായ ശാന്തി ലഭിക്കുകയില്ല. ഈ ഏകനായ ദൈവത്തിലുള്ളതായ വിശ്വാസമാണ് മനുഷ്യ സാഹോദര്യത്തിൻ്റെ വിശ്വമാനവികതയുടെ അടിസ്ഥാനം നമ്മൾ കാണും. ആ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ടാണ് നമുക്ക് സാമൂഹ്യ നീതിയുടെ തുടക്കം കുറിക്കേണ്ടത്. എല്ലാവരെയും നമ്മൾ ഒന്നായി കാണുക എന്നുള്ളത്. അതുകൊണ്ട് നിയമങ്ങളും ചട്ടങ്ങളും വേണം, അതിനപ്പുറത്തേക്ക് നമ്മൾ പോകണം. അതുകൊണ്ടാണ് സമ്പത്തിൻ്റെ വിനിയോഗം എന്ന് പറയുന്നത് ഈശ്വരവിശ്വാസം ഇല്ലാതെയാകാൻ പാടില്ല. പാശ്ചാത്യ രാജ്യങ്ങൾക്ക് പറ്റിയ ഒരു വലിയ അബദ്ധമാണ് സെക്യുലറിസം കൊണ്ടുവന്നു. സെക്യുലറിസം എന്ന് പറഞ്ഞാൽ ഇവിടെ ദൈവവും ഇല്ല, മാലാഖായും ഇല്ല, ധാർമ്മികതയും ഇല്ല. ഉണ്ടാക്കുക, ആസ്വദിക്കുക, ഇതായി തീർന്നു. ഇന്ന് പാശ്ചാത്യ രാജ്യങ്ങളിലും ഒരുപാട് രാജ്യങ്ങളിലും ഈ സമ്പത്തിൻ്റെ വിനിയോഗത്തെ സംബന്ധിച്ചുള്ള നിയമം